ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവളെന്താ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നതെന്ന്? രാവിലെ എഴുന്നേറ്റിപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് ടെമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന്. യൂഷ്വലി എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പുതിയ സാധനം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇട്ട് ഫാമിലീൻ്റെയും ഫ്രണ്ട്സിനോടും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുക. അതെൻ്റെ ഒരു മെയിനായിട്ടുള്ള ഹോബിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വാങ്ങിയ ഡ്രസ്സ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പം നമുക്കതിലേക്ക് പോകാം, വാ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വെതറാണ് സ്കോട്ട്ലൻഡിൻ്റെ. ഞാൻ സമ്മറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ മേടിച്ചത്. പക്ഷേ എപ്പോഴാണ് ഇവിടെ സമ്മർ വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഇത്രയും ഡാർക്കാണ് പുറത്ത്. അപ്പം ഈ ലൈറ്റിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മറ്റേ റിംഗ് ലൈറ്റും മറ്റേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡ്രസ്സൊക്കെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ? അപ്പോൾ അത് വേണ്ട, നമുക്ക് ഈ ലൈറ്റിൽ തന്നെ നോക്കാം. ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ഇതാണ്. ഈ ജീൻസ് ഞാൻ നെക്സ്റ്റ് നിന്ന് മേടിച്ചതാണ്. ഈ ടോപ്പാണ് ഞാൻ ടെമൂന്ന് വാങ്ങിയത്. ഇതിന് ഞാനിതിൻ്റെ സൈസ് എടുത്തിരിക്കുന്ന 10ആണ്. ഓക്കെയാണ്, കറക്റ്റ് ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫുൾ ബട്ടണാണ് വരുന്നത്. പിന്നെ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന് 8 പൗണ്ടായിരുന്നു. ഇപ്പോൾ അത് 9 സംതിങ് ആയിട്ടുണ്ട്. നല്ലൊരു ടോപ്പാണ്. എനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ്. മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നമുക്കിനി അടുത്തത് ട്രൈ ചെയ്യാം. രണ്ടാമത്തേത് വന്നിട്ടൊരു ടർക്കിഷ് കൈൻഡ് ഒരു ടോപ്പാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇതെനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തിട്ട് പറയാം എനിക്കിത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലാണ്, പോളിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇത്ര ലെങ്ത് അല്ല കേട്ടോ, ഇതിന് കുറച്ചുകൂടെ നല്ല ലെങ്ത് ഉണ്ട്. ഇതെങ്ങനെ ഇരിക്കും, പക്ഷെ നല്ല രസമുണ്ട്, ഇടാനൊക്കെ നല്ല സുഖമാണ്. കുറച്ചുകൂടെ അടുത്ത് വന്ന് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. നല്ല നല്ല കളറും എല്ലാം. എനിക്കറിയില്ല, ഞാൻ വാങ്ങിയ എല്ലാ ഡ്രസ്സും തന്നെ എനിക്കൊന്ന് ബട്ടണാണെന്ന് തോന്നുന്നു. അപ്പം കുറച്ചുകൂടി ഈസിയാണ് ഇടാനൊക്കെ. ഇപ്പം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പോവാണെന്ന് നോക്കിയിടാം. എല്ലാ ടോപ്പുകളും അങ്ങനത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ട്രൈ ചെയ്തിട്ട് വരാം. പിന്നെ കൈയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ആക്ച്വലി എനിക്കെപ്പോഴും ഫുൾ കൈ ഉള്ള ഡ്രസ്സുകളോടാണ് ഭയങ്കര ഇഷ്ടം. അപ്പം അതുകൊണ്ടായിരിക്കും ഈ കൈയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കറിയില്ല എനിക്കിത് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് ചിലപ്പം ഫ്രോക്ക് സ്കേർട്ടിൻ്റെ ഒക്കെ കൂടുതലായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ജീൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും സ്കേർട്ടിൻ്റെ കൂട്ടത്തിലായിരിക്കും. മുമ്പത്തെ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് പറഞ്ഞിട്ട് കാണാൻ. പക്ഷേ കുറച്ച് എനിക്കൊന്ന് കോളർ അവിടെയൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സെയിം ലെങ്ത് തന്നെ, മുമ്പിലത്തെ അതേ സെയിം പോലെ നല്ല ലെങ്ത് ഉള്ളൊരു സാധനം. ഇതെനിക്ക് തോന്നുന്നത് ജീൻസിനെക്കാട്ടിലും സ്കേർട്ടിൻ്റെ കൂട്ടത്തിലായിരിക്കും കുറച്ചും കൂടെ മാച്ച് എന്ന് തോന്നുന്നുണ്ട്. ഫുൾ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്നൊരു സാധനം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയുന്നത്, എനിക്ക് ചേരുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കാണുമ്പോൾ എടുക്കാറില്ലാത്ത ആളാണ്, അറിയില്ല എന്താണ്. ഇത്തവണ എടുത്തു, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണിത്. നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം. അടുത്ത ടോപ്പ് മാത്രമല്ല കേട്ടോ, ഈ ട്രൗസർ ഞാൻ ഇതിനകത്തുനിന്ന് വാങ്ങിയതാണ് ടെമൂന്ന്. ട്രൗസർ നല്ല കംഫർട്ടബിളാണ്, നല്ല സുഖമാണ്. നമുക്കിപ്പോൾ സമ്മറൊക്കെ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമുള്ളൊരു സാധനം. ബാക്കിലൊരു വള്ളിയൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ ഫ്രണ്ടിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് ചെറുതായിട്ടൊരു കൂട് പോലെയാണ് ഇരിക്കുന്നത്, അറിയില്ല എന്താണെന്ന്. അങ്ങനെ ഓക്കെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിങ്ങനെ എന്താ പറയണ്ടേ, ഇവിടെ കൊണ്ടൊരു സാധനം ഒരു ഫീൽ ചെയ്യില്ലേ, ആ ഒരു സംഭവം ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം. ഇതാണ് അടുത്തത് വന്നിട്ട്. ഇത് നമ്മൾ ഒരു ഷർട്ട് പോലെ ഉണ്ട്, പക്ഷേ ഷർട്ടാണോന്ന് ചോദിച്ചാൽ അല്ല. മെറ്റീരിയലൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാനതിൽ കണ്ട ഒരു പോലെ അല്ല ഈ സാധനം ഉള്ളത്. അത്ര ഭംഗിയില്ല കാണാൻ. നേരിട്ട് കിട്ടിയപ്പോൾ അത്ര രസമില്ല. പിന്നെ എൻ്റെ ചേട്ടനത് തീരെ ഇഷ്ടപ്പെട്ടില്ല, അറിയില്ല എന്താന്ന്. ഓക്കെ ആണെന്ന് വെച്ചാണ്, നമുക്ക് എവിടെയെങ്കിലും ഇടാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടില്ല.
ഇതാണിത്. നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം. അടുത്തത് വന്നിട്ട് ഇതാണ്. ഇതൊരു ഫ്രോക്ക് മാതിരി ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് കാണാൻ നമ്മുടെ നാട്ടിലെ പെറ്റിക്കോട്ട് പോലെ ഇരിക്കുന്നത്. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ സൈസ് 10 എടുത്തത്. പക്ഷേ ഇതിൻ്റെ ആം ഹോളൊക്കെ ഭയങ്കര ലൂസാണ്. നമുക്ക് പുറത്തൊക്കെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ ഉള്ളിലൊന്നും ഇടാണ്ട് പുറത്തേക്ക് ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് പോകാൻ. അങ്ങനെ ഓക്കെ ഉള്ളവരുണ്ടായിരിക്കാം, ഓക്കെ ആയിരിക്കാം, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അല്ല. പക്ഷെ മെറ്റീരിയലൊക്കെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. ഈ ആടയാഭരണങ്ങളെല്ലാം ഞാൻ അതിൽ നിന്ന് വാങ്ങിയതാണ്. വള, മാല, 2 പൗണ്ടാന്ന് തോന്നുന്നു. വള കുറേ അധികം ഉണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തിട്ടിട്ട് വരാം. ഇത് വന്നിട്ട് ടെമു അല്ല കേട്ടോ, ഈ ഉള്ളിലത്തെ സാധനം മാത്രമേ, ഈ ജിം വിയർ മാത്രമേ ഉള്ളൂ ടെമു. ഇത് രണ്ടും നെക്സ്റ്റ് ഒന്ന് ഞാൻ എടുത്താണ്. ഉള്ളിൽ വേറെ എൻ്റെ അടുത്ത് മാച്ചായ കളറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ജാക്കറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നെക്സ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു ട്രൗസർ പോലെ അത് നല്ല കംഫർട്ടബിളാണ്. ഈ ഉള്ളിലത്തെ ജിം വെയറും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ വന്നത്. വിഷയത്തിൽ നിന്ന് ഞാൻ ചെറുതായി തെന്നി മാറി. അത് ഓക്കെയാണ്, നൈസ് സാധനമാണ്. അതിന് 2 പൗണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു. നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ കംഫർട്ടബിളായിട്ട് ഉള്ളിൽ ഇടാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം നമുക്കിനി ലാസ്റ്റ് വൺ ട്രൈ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ടോപ്പ് വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പാട്ടോ. നല്ല നൈസ് കളറാണ്. കളർ മാത്രമല്ല മെറ്റീരിയൽ നല്ലതാണ്. എന്ത് മെറ്റീരിയലാണ് എന്നോട് ചോദിക്കില്ല, ഞാൻ മെറ്റീരിയൽ നോക്കാണ്ട തുണി എടുക്കാറ്. തുണി എടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറയുന്നത്. സോറി, എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എടുക്കുക, അതാണല്ലോ. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. ഈ കയ്യിൽ കിടക്കുന്നതെല്ലാം ഞാൻ ഡെമോന്ന് വാങ്ങിയ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.